യിലെ അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന ഒരു മെഗാ ഓണാഘോഷം നടക്കുന്നുണ്ട് ദുബായിൽ. ഈ സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഈ പരിപാടി സംഘടിപ്പിക്കുക. നിങ്ങൾക്കറിയാം, വിവിധ കോളേജുകളുടെ ഏറ്റവും പോപ്പുലറായ ഒരു സംഘടനയാണ് അക്കാഫ്. ദുബായ് കേന്ദ്രമാക്കിയാണ് അക്കാഫ് പ്രവർത്തിക്കുന്നത്. അരുൺ പാറാട്ട് ദുബായിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവാസിയുടെ ഓണാഘോഷങ്ങൾക്ക് നിറങ്ങളേറെയാണ്. ഈ വർഷത്തെ ഓണാഘോഷം ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അക്കാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ ഫ്ലവേഴ്സ് TV ഉൾപ്പെടെ ഭാഗമാവുകയാണ്. അക്കാഫ് അസോസിയേഷന്റെ ഓണാഘോഷം പ്രവാസികൾക്ക് വലിയ തോതിൽ തന്നെ ആഘോഷമാക്കുന്ന അവസരമാണ്. 10,000-ലധികം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുക്കാനെത്തുന്ന ഓണാഘോഷ പരിപാടികൾ. അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോളേട്ടൻ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ? ഈ വർഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. കാരണം ഈ വർഷത്തെ അക്കാഫ് അസോസിയേഷൻ്റെ ഓണാഘോഷം ഫ്ലവേഴ്സ് TVയും ഹിറ്റ് എഫും ചേർന്ന് ഒരു വലിയ 3 ബ്രാൻഡുകൾ ഒരുമിച്ച് ഒരു ഗ്ലോബൽ ഓണമാക്കി മാറ്റുകയാണ്. അപ്പോൾ UAE-യിലുള്ള മലയാളികൾക്ക് നേരിട്ട് കാണാനും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷ്വൽ എല്ലാം മീഡിയയിൽ കൂടെ കാണാനുള്ള ഒരു വലിയ അവസരം ഒരുങ്ങുകയാണ്. നമ്മുടെ ഓണാഘോഷത്തിന് 10,000-ലധികം ആളുകൾക്ക് ഒരേ സമയം പങ്കെടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ ക്രമീകരിക്കുന്നത്. ഇത്തവണ എന്തൊക്കെയാണ് അവിടെ ഒരു കറക്ഷൻ അരുൺ? കാരണം 10,000 പേർക്ക് നമ്മൾ സദ്യ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫുട്ഫോൾ എന്ന് പറയുന്നത് രാവിലെ മുതൽ 12 മണി വരെ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു 15,000 to 18,000 ആൾക്കാർ വന്നു പോകുന്നുണ്ടാകും. അപ്പോൾ ഒരു വലിയ ഓണം, കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഓണാഘോഷമായിട്ട് അക്കാഫ് അസോസിയേഷൻ ഈ വർഷത്തെ 27ാമത്തെ വർഷം നമ്മൾ കൊണ്ടാടുകയാണ്. അതായത് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ. തീർച്ചയായും. അപ്പം ഇതിന് നമുക്ക് എന്താ പറയുക 30 കമ്മിറ്റികളുണ്ട് അക്കാഫ് അസോസിയേഷന്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള വിശദ വിവരങ്ങൾ സംസാരിക്കാൻ അക്കാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ഷൈൻ ചന്ദ്രസേനുണ്ട്. അതോടൊപ്പം തന്നെ അക്കാഫ് അസോസിയേഷൻ്റെ ഈ ഓണാഘോഷത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ വെങ്കിട്ട് മോഹനുണ്ട്. ഫ്ലവേഴ്സ് TVയുടെ ഫ്ലവേഴ്സ് ഗ്രൂപ്പിൻ്റെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ജോസഫ് ഫ്രാൻസിസും നമ്മൾ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികളുടെ സ്വന്തം മിഥുൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വലിയൊരു ഓണാഘോഷം ഇനി മലയാളികൾ കിട്ടില്ല. നമ്മുടെ അക്കാഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കപ്പക്സ് ബോഡിയാണ്. ഇപ്പോൾ ക്യാമ്പസ് ഓണമാണ് നമ്മൾ ഡീക്രിയേറ്റ് ചെയ്തത്. 1000 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. 30 കമ്മിറ്റികൾ എല്ലാവർക്കും ഡെലിഗേറ്റ് ചെയ്ത് ആരും ഒരുപാട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1000 പേരോളമുള്ള വലിയൊരു ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ്. അത് 30 കമ്മിറ്റികൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ആക്റ്റീവായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തീർച്ചയായും നമ്മളുടെ ഫ്ലവേഴ്സ് കുടുംബത്തിലെ ഈ വർഷം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഓണാകും. തീർച്ചയായും. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ UAE-യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര ഓണം ഉണ്ടെന്നുള്ളതിൻ്റെ കണക്കില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10 ഓണം, അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഫെയ്ഡായി പോവാണ്. പിന്നെ നാട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ അസോസിയേഷനുകൾ തമ്മിലല്ലേ മനസ്സിലായി. അതായത് ഇപ്പോൾ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ടെങ്കിൽ അവരുടെ ഓണവും അപ്പുറത്ത് കാണുന്ന യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും തമ്മിലുള്ള മത്സരമായിരിക്കും നമ്മൾ കാണുക. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മുടെ കൂടുതലായിട്ടുള്ളത്. അത് അവിടെ തീരും. ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം ലോകത്തിൻ്റെ മുമ്പിൽ ആഘോഷിക്കുകയാണ്. അതും ലോകത്തിൻ്റെ മുമ്പിൽ ആഘോഷിക്കുമ്പം അക്കാഫ് അസോസിയേഷൻ അത് ആഘോഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ UAE-യുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നായ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ മലയാളി നിന്നുകൊണ്ട് ഓണം ആഘോഷിക്കാൻ 2 ഹാളും എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ 197 രാജ്യങ്ങളിലുള്ള ആൾക്കാരോടാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ മലയാളി ഓണം ആഘോഷിക്കുന്നു എന്നുള്ളത്. അതിൽ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്. അതിനകത്ത് അക്കാഫിൻ്റെ മെമ്പേഴ്സിനെ വെച്ചിട്ട് മാത്രം നടത്തിയാൽ തന്നെ 60,000-ൽ കൂടുതൽ ആൾക്കാർ വരേണ്ടി വരും. ഇവർ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഒരു 18-ലോ 20-ലോ നിർത്തേണ്ടി വരുന്നതെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓണം ആഘോഷിക്കാൻ കഴിയുമ്പോൾ അത് കേരളത്തിലുള്ള ഓണത്തിനേക്കാൾ വലുതാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അതാണ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ പറയും. കാരണം ഇത്തവണ അതിൻ്റെ കൂടെ ഒരുപാട് ചാരിറ്റബിൾ ആംഗിൾസ് ഉണ്ട്. ഫ്ലവേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ ആ ചാരിറ്റബിൾ ആംഗിൾസിൽ തന്നെ കുറച്ചുകൂടി വലിപ്പം വന്നു. അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മാത്രം പറയുന്നത് ശരിയല്ല. അപ്പോൾ അവരിട്ടും കൂടി അത് നമുക്ക് ഡെഫിനറ്റ്ലി, അതായത് നാട്ടിൽ നിന്ന് അമ്മമാരെ കൊണ്ടുവരുന്ന ഒരു വലിയ 25ാമത്തെ വാർഷികത്തിൽ 25 അമ്മമാരെ കൊണ്ടുവന്നു. 26ആയി. ഇപ്പോൾ 27 അമ്മമാരെ കൊണ്ടുവന്നു. പിന്നെ ഫ്ലവേഴ്സും 10 കപ്പിൾസിനെ അവരും കൊണ്ടുവന്നു. അങ്ങനെ 47 പേരാണ് ഇപ്രാവശ്യം ഉണ്ടാവുക നാട്ടിൽ നിന്ന്.
ഞങ്ങൾ നടത്തുന്ന നല്ലൊരു ചാരിറ്റി വർക്കായിട്ട് ഞങ്ങളത് അമ്മമാരെ കൊണ്ടുവന്നിട്ടുള്ള അവർക്കുള്ള സന്തോഷത്തോട് അവർക്കുള്ള പുടവ കൊടുത്ത് അവർക്ക് ഭക്ഷണം അവർക്ക് താമസ സൗകര്യം എല്ലാം കൊടുത്തും കൊണ്ടുള്ള ഞങ്ങളെ ഓണം ഞങ്ങളും കൂടെ കൂടിയിട്ടാണ് ആ ഓണം ഞങ്ങൾ ആഘോഷിക്കുന്നത്. എന്തായാലും UAE ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആഘോഷത്തിന് എല്ലാ അർത്ഥത്തിലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാണ്.